പ്രിയപ്പെട്ടവർ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത സംപ്രേഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ശീർഷകത്തിൽ വി ദ പീപ്പിൾ ഓഫ് കേരള, കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ, നല്ല വിദ്യാഭ്യാസ സമ്പന്നരായ മലയാളികളുടെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമുക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. കേരളത്തിലെ മലയാളികൾ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. എല്ലായിടത്തും സാക്ഷരതയിൽ 100% നമുക്ക് ഫോണിൻ്റെ ഡെൻസിറ്റിയിൽ, വാഹനത്തിൻ്റെ ഡെൻസിറ്റിയിലൊക്കെ നമ്മൾ ഏറ്റവും മുമ്പിലാണ്. വിവരങ്ങളൊക്കെ നമുക്ക് അപ്പോഴപ്പം നമുക്ക് ഏത് വിവരങ്ങളും എവിടെ എത്തിക്കാം. പക്ഷേ നമ്മൾ അഴിമതിയോട് കോംപ്രമൈസ് ചെയ്ത് സമരസപ്പെട്ടു. അതൊക്കെ ആവശ്യമാണ്, നടക്കും. അവരഴിമതി കഴിഞ്ഞാൽ എനിക്ക് അഴിമതി ചെയ്യാം. അവർ കൈക്കൂലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. എനിക്ക് നോക്കൂലി വാങ്ങിക്കാം, അല്ലെങ്കിൽ കണ്ടടപ്പ് കൂലി വാങ്ങിക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക്, സംസ്കാരത്തിലേക്ക് മലയാളി കടന്നിരിക്കുകയാണ്. ഇപ്പം കണ്ടടപ്പൂലി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും താഴെയുള്ള ഇതാണ് പറഞ്ഞത്. വലിയ സ്ഥാപനങ്ങളിൽ ലൈസൻസ് കൊടുക്കുന്നിടത്ത്, ലൈസൻസ് പുതുക്കുന്നിടത്ത്, ലൈസൻസ് ഇല്ലാതെ കള്ളക്കടത്ത് നടന്നിടത്ത്, മായം ചേർക്കുന്നിടത്ത്, സാധനങ്ങൾ അമിതമായിട്ട് ശേഖരിക്കുന്നിടത്ത് എല്ലായിടത്തും ഇത് വ്യാപിച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കാതെ കണ്ടപ്പൂലി വെച്ചാൽ അത് ചില ആൾക്കാർ ശുദ്ധാത്മാക്കളായിട്ടുള്ള ആൾക്കാർ അത് വാങ്ങിക്കില്ലായിരിക്കും. പക്ഷേ അവർ കണ്ണടച്ച് അവർ എന്തിനാണ് പൊല്ലാപ്പുണ്ടാക്കുന്നത്, നമ്മളത് കണ്ണ് തുറന്നത് കണ്ട് റിപ്പോർട്ട് ചെയ്യുമോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന കസേര തെറിക്കും, അല്ലെങ്കിൽ സ്ഥലമാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ സംഘടനയിൽ നിന്ന്, സർവീസ് സംഘടനയിൽ നിന്ന് തന്നെ സഹപ്രവർത്തകരിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും എന്ന് കരുതുന്നതുകൊണ്ട് അവർ അത് കണ്ടില്ല എന്ന് അടിച്ചങ്ങിരിക്കും. അവർ കൂലിയൊന്നും വാങ്ങിക്കുന്നില്ല. അങ്ങനെ നല്ല ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ പഞ്ചായത്തുകളാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും നമ്മൾ ഓരോ അനുമതി, ഓരോ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് വരുന്നതിന് ഈ കണ്ടടപ്പ് കൂലിയോ അല്ലെങ്കിൽ ഒത്തുകളിക്കൂലി, വേറെ ഒന്നാണ് ഒത്തുകളിക്കുക. രണ്ട് കൂട്ടരും കൂടെ കോംപ്രമൈസ് ചെയ്ത, അതായത് ഉദ്യോഗസ്ഥനും പ്രയോക്താവും ഗുണഭോക്താവും കൂടെ കൂടിയിട്ട് സർക്കാരിന് ചെല്ലേണ്ട പണം കൊടുക്കാതിരിക്കുക. അപ്പോൾ അതിന് രണ്ടിനും ഒത്തുകൂടി. അതുകൊണ്ട് ഒത്തുകളിക്കൂലിയുണ്ട്, കണ്ണടപ്പ് കൂലി. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് പോകുന്നതാണ്. ഇതെല്ലാം ഏകോദര സഹോദരങ്ങളാണ്, ഒരമ്മ പറ്റ മക്കളാണ് ഈ അഴിമതിയിലെ ഈ പറയുന്ന കൈക്കൂലിയും കോഴയും എല്ലാം. അതിൽ നമ്മളിപ്പോൾ കണ്ണടപ്പ് കൂലിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരുപക്ഷേ കോടതി അലക്ഷ്യ കേസിൽ പ്രതിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എങ്കിലും ഞാനത് പറയുകയാണ്. ഒരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിലെ ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതുവഴിയിലേക്ക് നയിക്കാവുന്ന രേഖകൾ, അത് വ്യക്തികൾ, ഇവരുടെ ആരുടെയും മൊഴിയെടുക്കാതെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിലെ ബന്ധപ്പെട്ട ആൾക്കാർ, ബാധിക്കപ്പെട്ട ആൾക്കാർ അതിനെതിരായിട്ട് പരാതി കൊടുക്കുന്നു. ആ പരാതി ആരും സ്വീകരിക്കുന്നില്ല. വീണ്ടും അത് മുന്നോട്ട് പോകുന്നു. അത് താഴത്തെ ഒരു കോടതി ചെല്ലുന്നു. ആ കോടതി അതിനകത്ത് അസ്വാഭാവികമൊന്നും കാണുന്നില്ല, കാര്യങ്ങളൊക്കെ ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് പറയുന്നു. അവർ അതിനെക്കുറിച്ച് അവർക്കുള്ള വിഷമം, അവർക്ക് ശരിയായൊരു ബോധ്യമുണ്ട്, ആ ആളങ്ങനെ ആത്മഹത്യ ചെയ്യില്ല. ആ കേസ് CBI അന്വേഷിക്കണം. സംസ്ഥാനത്തെ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, CBI അന്വേഷിക്കണം എന്നൊരാവശ്യം അവർ വെക്കുന്നു. അത് താഴത്തെ കോടതി തള്ളിക്കളയുന്നു. അതിനെതിരായിട്ട് അപ്പീൽ പോകുന്നു. ഹൈക്കോടതിയും അതിനകത്ത് പ്രത്യേകതയൊന്നും കാണുന്നില്ല, ഒക്കെ ശരിയാണെന്ന് പറയുന്നത്. അതായത് അന്വേഷിക്കേണ്ട അന്വേഷണ നടപടികളിലെ ഒരു 75% ഒഴിവാക്കിയിട്ട് 25% വെച്ചവർ ഒരു തട്ടിക്കൂട്ട് അന്വേഷണം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞപ്പോൾ സുപ്രീം കോടതി പോവുക. അപ്പോൾ നമ്മുടെ ഒരുപാട് നിയമങ്ങളുണ്ട്. പോലീസ് ആക്ടുണ്ട്, CRPC ഉണ്ട്, പിന്നെ സ്വാഭാവികമായിട്ട് കോമൺ സെൻസ് കൊണ്ട് പ്രയോഗിക്കാവുന്ന കാര്യമുണ്ട്, മെഡിക്കോ ലീഗൽ ആയിട്ടുള്ള ചില നടപടികൾ ഉണ്ട്, ഇൻക്വസ്റ്റ് ഉണ്ട്, പോസ്റ്റ്മോർട്ടം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പലരുടെയും അഭിപ്രായങ്ങൾ, കമൻറ്റുകളുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ കമൻറ്റുകളുണ്ട്, വ്യാജമായ പല രേഖകളുണ്ട്. ഇതൊന്നും കാണുന്നില്ല, അവരതിനെ കാണുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു. ഈ കണ്ണടപ്പ് കൂലി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ താഴത്തെ തട്ടിൽ നിന്ന് അങ്ങ് നമ്മുടെ മേലെ തട്ടിൽ വരെ ഈ കണ്ണടപ്പ് കൂലി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എത്ര നിസ്സഹായതയാണ് ഒരു മനുഷ്യനുണ്ടാകുമെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ കാര്യം ഞാൻ വിശദമായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കുന്നതായിരിക്കും. എങ്കിലും പറഞ്ഞു വരികയാണ്, ഒരു രാജ്യത്തെ ഒരു പൗരന് നീതി ലഭിക്കുന്നില്ല, എനിക്ക് നീതി ലഭിക്കണം, ഞാനതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും നീതിന്യായ പീഠങ്ങളിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ തലങ്ങളിലൊക്കെ എത്തി നോക്കും. അവർക്ക് ആർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തി, അയാളുടെ ബന്ധു മരിച്ചു, അതിപ്പോൾ നമുക്കെന്തെന്നാ മരിച്ചു, അത് നമ്മൾ നടപടികളൊക്കെ ചെയ്തു.
അപ്പോൾ ഒരു കോടതിയുടെ പരാമർശം എല്ലാ കേസുകളും CBIക്ക് വിടാനായിട്ട് കഴിയല്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ അതിനകത്ത് വന്നു. അത് ഒരു പരിധിവരെ ആകാം, പക്ഷെ അത് നീതി നിഷേധിക്കുന്ന രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ആ വ്യക്തി ഒരു പൗരൻ ഈ രാജ്യത്തെ നീതി വ്യവസ്ഥയല്ലാതെ പിന്നെ മറ്റെവിടെയെങ്കിലും പോകും. അപ്പോൾ ഈ താഴെത്തട്ട് മുതൽ മേലെ തട്ട് വരെ എല്ലാവർക്കും ഒരേ അഭിപ്രായം, അവരാരും ഇതിനൊക്കെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും കണ്ണടക്കുകയാണ്. ഈ കണ്ണടപ്പൂലി അവിടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഒരുപാട് മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് സമരങ്ങളിലും പ്രശ്നങ്ങളിലും കേസുകളിലൊക്കെ ആയിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കണ്ണടപ്പ് കൂലി, ഒത്തുകളിക്കൂലി, അതായത് ഒത്തുകളി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മാച്ച് ഫിക്സിംഗ് എന്ന് പറയും. എങ്ങനെയാണത്? രണ്ട് കക്ഷികൾ ഒരു മത്സരത്തിൽ വരുന്നു, അവർ രണ്ടും കൂടി ഒത്ത് പറയുന്നു, ഞാൻ തോറ്റ് തന്നേക്കാം, നീ ജയിക്കുന്നതായിട്ടേക്കാം, കിട്ടുന്ന പൈസ നമുക്ക് വീതിച്ചെടുക്കാം. അതാണ് ഈ ഒത്തുകളിക്കൂലി. അത് സർക്കാർ തലത്തിലും രാഷ്ട്രീയ തലത്തിലൊക്കെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒത്തുകളിക്കും. അങ്ങനെ ഒത്തുകളിക്കൂലി പങ്കിട്ടെടുത്ത കേസാണ് നമ്മുടെ കരിമണൽ കേസ്. നമ്മുടെ മുഖ്യമന്ത്രിയും കുടുംബം അടക്കം ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ശിക്ഷിക്കാനൊക്കെയില്ല. എല്ലാവരും ഒത്തുകളിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇതിനകത്ത് കക്ഷികളാണ്. സത്യസന്ധരായ ആൾക്കാർ ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ പോയി കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് ചെയ്യപ്പെടുക, അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല, അവരെ ഏതെങ്കിലും കള്ളക്കേസ് കൊടുക്കും. അപ്പം അങ്ങനെ കള്ളക്കേസ് കൊടുക്കാനും ആ കേസ് കണ്ടില്ലെന്ന് അടിക്കാനും ഒക്കെ ആൾക്കാർ നമ്മുടെ സംവിധാനത്തിലുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ വലിയൊരു അപകടം, രാജ്യം അപകടത്തിലേക്ക് പോവുകയാണ്. അപകടത്തിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ഒരു നല്ല രീതി അത് പരീക്ഷിച്ച് വിജയിപ്പിച്ച് കാണിച്ച സംസ്ഥാനമാണ് കേരളം. മലയാളികൾ അതിന് നിന്ന് കൊടുക്കുകയാണ്. അവർക്ക് ആർക്കും പരാതിയില്ല. അവർ പത്രം കാണുന്നു, വായിക്കുന്നു, അല്ലെങ്കിൽ TV ചാനൽ കാണുന്നു, അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പാസ്സാക്കുന്നു, വിടുന്നു. നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് അഴിമതിയുടെ പരിണതഫലമായിട്ടുള്ള അവിഹിത സമ്പത്തും ഇത്രയേറെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും നമ്മളിതിനോടൊക്കെ സമരസപ്പെട്ടു പോവുകയാണ്. ഇതാണ് നമ്മുടെ അപകടം. നമ്മളെ ബാധിക്കാത്തിടത്തോളം കാലം നമുക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് മലയാളി എത്തിക്കഴിഞ്ഞു. എന്നെ ബാധിക്കുന്നില്ല, എൻ്റെ മക്കളെയും ബാധിക്കുന്നില്ല, എൻ്റെ കുടുംബത്തെയും ബാധിക്കുന്നില്ല, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോട്ടെ, എനിക്കെന്താ പ്രശ്നം? ഇതാണ് നമ്മുടെ നിലപാട്. അപ്പോൾ ഈ നിലപാടിൽ നമ്മൾ മാറിയില്ലെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തൊക്കെ വലിയ തകർച്ച ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അഴിമതി. അപ്പോൾ അഴിമതിയോട് നമ്മൾ സമരസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ തകർച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ ശ്രമിക്കുന്ന ആൾക്കാർ, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മൾ സംസാരിക്കണം. നമുക്ക് പകരം ആരും സംസാരിക്കാനില്ല, നമുക്ക് പകരം ആരും പ്രവർത്തിക്കാനില്ല. അത് നിങ്ങൾ പരസ്പരം സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.